بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ബുർദ വരി 6. فكيف تنكر حبا بعدما شهدت به عليك عدول الدمع والسقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞത് എന്താണ്? പിന്നെ ആരോടോ മഹബത്തുണ്ട്, അടങ്ങാത്ത അനുരാഗമുണ്ട്, അതുകൊണ്ടാണല്ലോ ആ ആളുമായി ബന്ധപ്പെട്ടതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കരയുന്നത്. അപ്പൊ ആരോടോ അടങ്ങാത്തൊരു അനുരാഗം ഉണ്ടാകും, നിഷേധിക്കാൻ കഴിയൂല. ഇനിയും വേണം നിങ്ങൾക്ക്, ഇനിയും തരാം. അതെന്താണ്? فكيف تنكر حبا بعدما شهدت به عليك عدول الدمع والسقم. فكيف എങ്ങനെ, തുങ്കിറു നീ നിഷേധിക്കും, ഹുബ്ബൻ അനുരാഗത്തെ, സ്നേഹത്തെ, ബഅദമാ ഷഹിദത് ബിഹി സാക്ഷി നിന്ന ശേഷവും, അലൈക നിനക്കെതിരെ. ആരാ സാക്ഷി നിൽക്കുന്ന? ചില്ലറക്കാരാണോ? അല്ലല്ലല്ല. ഉദൂൽ, ഒന്ന് നീതിമാന്മാർ. എങ്ങനത്തെ സാക്ഷികളാണ്? ഉദൂൽ, നീതിമാന്മാരായ ആളുകളാണ്. അതാരൊക്കെയാണ്? ഒന്ന് അദ്ദംഉ, വേറെ ആരുമല്ല, കണ്ണുനീരാണ്. വസ്സഖമി, അതുപോലെ രോഗവും. അപ്പം എന്താ ഇമാം ബൂസരി തങ്ങൾ പറയുന്നത്? ഫകൈഫ തുൻകിറു, നീ എങ്ങനെ നിഷേധിക്കും? നിനക്ക് നിഷേധിക്കാൻ കഴിയൂല. അതാ എന്റെ മറുപടി. നിനക്ക് നിഷേധിക്കാൻ കഴിയൂല. എന്തിനെ നിഷേധിക്കുക? ഹുബ്ബൻ, എനിക്ക് അങ്ങനെ ആരോട് അടങ്ങാത്ത പ്രേമൊന്നുമില്ല, അനുരാഗത്തെ അനുരാഗമൊന്നും എനിക്ക് അങ്ങനെ ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ, മനസ്സിന്റെ അല്ലെ അടിത്തട്ടിൽ നിന്നും മനസ്സിൽ തട്ടിയ പ്രണയം നിനക്കൊരാളോടുണ്ട് എങ്കിൽ അത് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റാനൊന്നും കഴിയൂല. കാരണം എന്താണെന്നറിയോ? പിന്നെ ഹുബ്ബൻ ബഅദമാ ഷഹിദത്ത് ബിഹി, ഇവിടെ സാക്ഷികളുണ്ട്. സാക്ഷി നിന്ന ശേഷവും, പിന്നെ അലൈക്ക നിനക്കെതിരെ. അപ്പൊ നിനക്കെതിരെ സാക്ഷി നിന്ന ശേഷവും പിന്നെ എനിക്കങ്ങനെ ഒരു സ്നേഹമില്ല, എനിക്കങ്ങനെ പ്രത്യേകമായ പ്രണയമൊന്നുമില്ല എന്ന് പറയാൻ പറ്റൂല. അല്ല, ഏതൊരു കേസും തെളിയിക്കപ്പെടുക എപ്പോഴാണ്? സാക്ഷി ഉണ്ടാകുമ്പോഴാണ്. സാക്ഷി ഇല്ലെങ്കിൽ ഇനി എത്ര വലുത് എങ്ങനെയൊക്കെ വാദിച്ചിട്ടും കാര്യമില്ല. സാക്ഷി ഇല്ലെങ്കിൽ കേസ് തെളിയിക്കാൻ പറ്റൂല. ആ കേസിന് തുമ്പും പാലും ഉണ്ടാവൂല. സാക്ഷി കൂറുമാറിയാലോ ആ കേസ് തള്ളിപ്പോയി. അപ്പം സാക്ഷി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താക്കാൻ പറ്റൂല, ഇല്ലാന്നൊന്നും പറയാൻ പറ്റൂല. അതാ ആള് മുമ്പ് തന്നെ ഉണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഒന്നും ചെയ്യാം. അവിടെ അവനെ അംഗീകരിച്ചു കൊള്ളുക, അതേ മാർഗമുള്ളൂ. അപ്പൊ അതാ ഇമാം ബൂസരി തങ്ങള് കണ്ണാടി നോക്കി പറയുന്നത് പോലെ, മുഖത്ത് നോക്കി പറയുകയാണ്, നിനക്കെതിരെ ഇവിടെ സാക്ഷികൾ ഹാജരായിട്ടുണ്ട്. ഇനി എങ്ങനെ നീ നിഷേധിക്കാം? ഈ സാക്ഷികൾ ചില്ലറക്കാരാണോ? കൂറുമാറുന്നവരാണോ? പറ്റിക്കുന്നവരാണോ? കൈക്കൂലി കിട്ടുമ്പോൾ ആള് മാറിപ്പോണ ആൾക്കാരാണോ? അതല്ല. അതാ ഈ സാക്ഷിമാരെ പ്രത്യേകത, ഉദൂൽ, നീതിമാന്മാരായ സാക്ഷികളാണ്. പറ്റിക്കാത്ത, കൂറുമാറാത്ത, വഞ്ചിക്കാത്ത, സത്യം മാത്രം പറയുന്ന സാക്ഷികളാണ്. ഏതൊക്കെയാണത്? ഒന്ന് അദ്ദംഉ, കണ്ണുനീർ. ഒരു മനുഷ്യൻ തമാശക്ക് കരഞ്ഞാൽ എത്ര കാര്യം, ആളെ കാണുമ്പോൾ കരഞ്ഞാൽ എത്ര കാര്യ. ഉണ്ടാക്കി കരയുന്നവരും തമാശക്ക് കരയുന്നവരും ഒരു പരിധിയില്ല, ഒരു കണക്കില്ലേ. ഇവിടെ ഈ കണ്ണുനീര് ഇത് ഇന്നലെയും തുടങ്ങിയ കണ്ണുനീര്, ഇത് കുറച്ചായി തുടങ്ങിയിട്ട്. അപ്പം ഈ കണ്ണുനീര് കാണുമ്പോൾ തന്നെ അല്ലെ, ഒരു മനുഷ്യന്റെ, നമ്മൾ പറയില്ലേ കള്ളക്കരച്ചിലാണെന്ന് പറയുന്നുണ്ട് അല്ലെ. ചില കുട്ടികളൊക്കെ കരയുന്ന കാണുമ്പോൾ പറയാം, ആ കള്ളക്കരച്ചിലാണല്ലോ അറിയും. എന്താ കാണുമ്പോൾ, ആ കരച്ചിൽ കാണുമ്പോൾ, ആ മുഖം കാണുമ്പോൾ അറിയും ഇത് എവിടുന്ന, എങ്ങനെയാണ് ഈ കരച്ചിൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ അതാ കണ്ണുനീര്, അത് നിഷേധിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ കരയുന്നുണ്ടെങ്കിൽ അവന്റെ ഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വല്ലാത്തൊരു പിന്നെ ഒറിജിനൽ കരച്ചിൽ തന്നെയാണ്. ഇത് വിഷമം കൊണ്ടും പ്രയാസം കൊണ്ടുള്ള കരച്ചിലാണ്. അപ്പൊ ഒരു മനുഷ്യൻ കരയുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ സാക്ഷിയാണ്. എന്തോ ഒരു വിഷമമുണ്ട്, എന്തോ ഒരു പ്രയാസമുണ്ട്, എന്തോ ഒന്നുണ്ടെന്ന് നമുക്ക് ആ കണ്ണുനീര് സാക്ഷി നിന്നുകൊണ്ട് എന്താക്കാൻ പറ്റും?
മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്നാരാ വസ്സഖമി, അതുപോലെ രോഗം. ഇവിടെ രോഗം ഉണ്ടാവില്ലപ്പോഴാ കരഞ്ഞ് 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 പിന്നെ ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ അല്ലെ, മുമ്പത്തെ വരെ നമ്മൾ പറഞ്ഞു ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ടെൻഷൻ, ആ എരിപൊരി അതുണ്ടാകുന്ന സമയത്താണ് കരച്ചിൽ വരിക. അങ്ങനെ ഒരു മനുഷ്യന് കരച്ചിൽ വരുമ്പോൾ സ്വാഭാവികമായും അല്ലെ ടെൻഷനും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഈ കരച്ചിൽ വരിക. ദുഃഖമുണ്ടാകുമ്പോഴാണ് കരച്ചിൽ വരിക. ഒരു മനുഷ്യനെ കരഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നല്ല 1-ാം നമ്പർ ഫുഡ് കൊണ്ടുപോയി കൊടുത്താൽ ഈ മനുഷ്യന് കഴിക്കാൻ പറ്റുമോ? ഇമാം ബൂസരി തങ്ങൾ പ്രായമെത്തിയിട്ടുണ്ട്, രോഗമുണ്ട്, ആ സമയത്താണ് ഈ കരച്ചിലും കൂടെ ഉണ്ടാകുന്നത്. എന്തായിരിക്കും ആ ശരീരത്തിന്റെ ഒരു പ്രകൃതി? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എത്ര എത്ര നല്ല ആളാകട്ടെ, ഒരു നല്ല വിഷമവും പ്രയാസമുള്ള ഒരു മനുഷ്യന് എത്ര മുന്തിയ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താലും അദ്ദേഹത്തിന് കഴിക്കാൻ തോന്നൂല. കഴിക്കോ? ഇല്ല. പിന്നെ നമ്മൾ നിർബന്ധിപ്പിച്ച് എന്താക്കും? ഞമ്മക്ക് വേണ്ടി കുറച്ച് കഴിക്കും. ഇനി നല്ലൊരു വസ്ത്രം കൊടുത്താൽ ധരിക്കാൻ കഴിയൂല. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ വരുമോ? ഇല്ല. കാരണം ആ ടെൻഷനിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും ആ ടെൻഷൻ. അപ്പൊ ഇങ്ങനെ ടെൻഷൻ കൂടുമ്പോൾ കണ്ണുനീരുണ്ടാകുന്നു. പിന്നെ ഉണ്ടാകുന്ന എന്താണ്? സ്വാഭാവികമായും ആ മനുഷ്യന്റെ ശരീരമൊക്കെ അങ്ങനെ ആകെ ചുളിഞ്ഞ് ഒട്ടിച്ചുളിഞ്ഞ് അതിങ്ങനെ ശരീരമാകെ എന്താകും? ആ ഒരു ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ആകെ ഒരു വിഷമത്തിലും പ്രയാസവും. ശരീരം കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം ഉണ്ടാവും അല്ലെ? ശരീരത്തിന് പിന്നെ പല രോഗങ്ങളും ഉണ്ടാവും ടെൻഷൻ കൂടുമ്പോൾ. എപ്പോഴും വിഷമവും പ്രയാസം ഉണ്ടാകുമ്പോൾ ആ ശരീരത്തിന് സ്വാഭാവികമായിട്ടും ഒരു തളർച്ച നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ആ ശരീരത്തിന്റെ രോഗം, ആ ശരീരം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതാരോടുള്ള ഒരു അനുരാഗവും പ്രേമവും കാരണമാണ് ഈ ശരീരം ഇങ്ങനെ എന്തായത്, പിന്നെ അതിന് തളർന്നു പോയത്, രോഗം ബാധിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പം പറ്റിക്കാത്ത 2 സാക്ഷികൾ നിങ്ങൾക്ക് ഇതിവിടെ സാക്ഷി നിന്നിട്ടുണ്ട്. ഇനി ആ ഹുബിന്, ആ മഹബത്തിന് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഉണ്ടായിട്ട് തന്നെയാണ് ഈ കണ്ണുനീരും ഈ ശരീരത്തിന്റെ ഈ രോഗവും ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിഷേധിക്കുകയൊന്നും വേണ്ട അല്ലേ? നമുക്ക് പെട്ടെന്ന് തരും. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവ് മരണപ്പെട്ട ഒരു ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെ, അവരിങ്ങനെ ആ ഒരു ടെൻഷൻ നല്ല അങ്ങേയറ്റം പിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരൊരു നല്ല പോലെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു ആഘോഷിക്കുക സന്തോഷിതൊന്നുമില്ല. മാത്രമല്ല ആദ്യമുണ്ടായ ആ ശരീര പ്രകൃതിയിൽ നിന്നൊക്കെ അവരുടെ ശരീരത്തിന് തന്നെ ഒരുപാട് കോട്ടങ്ങൾ, പിന്നെ ക്ഷീണങ്ങൾ, ആ ഒരു സൗന്ദര്യം വരെ നഷ്ടപ്പെടുന്ന കാഴ്ചകൾ പലർക്കും അത് അനുഭവത്തിലുണ്ടാവും. എന്നാൽ നമ്മുടെ കുടുംബത്തിലും വീടുകളിലൊക്കെ അത്തരം സംഗതികൾ ഉണ്ടാകും. എന്തുകൊണ്ടാ? ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ടെൻഷൻ കാരണം, ഒരു വിഷമം കാരണം അവർ തന്നെ അവരെ ശരീരത്തോട് മറന്നു പോവുകയാണ്. കാരണം എപ്പോഴും ആ ഒരു ടെൻഷനിലാണ്. അപ്പൊ എന്തുണ്ടാവും? ശരീരം തന്നെ മെലിഞ്ഞു പോകും. ഇതിനിടക്ക് ആരോ പിന്നൊന്ന് പറഞ്ഞു, ഈ സ്ത്രീകൾ അവരെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയാൽ അവരെന്താക്കൂല, പിന്നെ വേറൊരു വിവാഹത്തിന് തയ്യാറാകൂല. അവരങ്ങനെ അത് സഹിച്ച് ആ മക്കളെ നോക്കി അങ്ങനെ ഇരിക്കും. ആണുങ്ങൾ അങ്ങനെയല്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണപ്പെടാൻ കാത്തിക്കാണ്, പിന്നെ എന്താക്കും? ഒരു വേറെ വിവാഹം പെട്ടെന്ന് കഴിക്കുന്നു. അത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് അല്ലെ, അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ അവർക്ക് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പാലക്കുക, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റക്കാണ്. സ്ത്രീകൾ എപ്പോഴും വീട്ടിൽ ഒറ്റക്കാണല്ലോ. അപ്പം അവരുടേതായ കാര്യങ്ങൾ പിന്നെ എന്തായാലും അവർ തന്നെയാണ് ചെയ്യല്. ഇതുവരെ ചെയ്തു പോകുന്നതും അവർ തന്നെ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതും അവർ തന്നെയാണ്. മാത്രമല്ല പിന്നെ ഒരു പുറമേ നിന്ന് ഇനി ഒരാണ് വന്നാൽ അവരാഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളാണ് അവരുടെ ലോകം. അപ്പോൾ വേറൊരാൾ വന്നാൽ ഇതുവരെ എൻ്റെ ഭർത്താവ്, അവരുടെ ഉപ്പ അവരെ നോക്കിയതുപോലെ വേറൊരാൾ വരുമ്പോൾ അത് നോക്കുമോ? അത് നോക്കാൻ കഴിയുമോ? പലപ്പോഴും എത്ര നോക്കിയാലും ആ ഒരു സ്വന്തം പിതാവ് നോക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് എന്തായാലും എത്തൂല. ആ ഒരു ആശങ്ക എപ്പോഴും സ്ത്രീകളുടെ മനസ്സിലുണ്ടാവും. അപ്പം മക്കളോടുള്ള മഹബത്ത് കൊണ്ടാണ് പലപ്പോഴും എന്താക്കുന്നത് സ്ത്രീകൾ വേറൊരു വിവാഹത്തിലേക്ക് ഒരുങ്ങാത്തത്. മക്കളുള്ള അധിക സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. എത്രയോ നമ്മുടെ അനുഭവത്തിൽ തന്നെ പലരും അങ്ങനെ ഉണ്ട്. ഞങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് ഒരു സ്ത്രീ, 3 മക്കളായിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവർ വിവാഹം, കാരണം ആ മക്കളാണ് അവരുടെ ലോകം. കാരണം ഇനി ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ഈ മക്കളെ വേണ്ടതുപോലെ എനിക്കും ചിലപ്പോൾ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടാവും. അതേസമയത്ത്
പുരുഷനെ സംബന്ധിച്ചതോ, പുരുഷനും ആ മക്കളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് വേറെ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നത്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു പിതാവ് എങ്ങനെ മക്കളെ നോക്കിയാലും, നമുക്കറിയാലോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാലോ, എങ്ങനെ നോക്കിയാലും എത്ര മെനക്കെട്ട് നോക്കിയാലും എങ്ങനെ സ്നേഹിച്ചാലും അത് ഒരു ഉമ്മ ഒരു സ്ത്രീ മക്കളെ നോക്കുന്നതിൻ്റെ അടുത്തേക്ക് എത്തൂല. ഒന്ന് മൂത്രയിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ആയാലും അത് ഉമ്മ വൃത്തിയാക്കുന്നത് പോലെ, ഉമ്മ നോക്കുന്നത് പോലെ, ഉമ്മാന്റെ ആ ഒരു സ്നേഹം പോലെ, എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം, കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹം, അത് അംഗനവാടിയിലായാലും എവിടെ ആയാലും അത് എന്തായാലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രൂപത്തിലേക്ക് എത്തില്ല. ആ ഒരു ആശങ്ക പുരുഷനും ഉണ്ടാവും. ഇപ്പൊ എൻ്റെ മക്കളെ കാര്യം, അപ്പൊ ഞാൻ എങ്ങനെ നോക്കിയാൽ ഇത്ര എന്നുള്ളത് ആ പുരുഷനെ അറിയാം. അപ്പൊ അതുകൊണ്ട് ആ മക്കളെ നോക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പലപ്പോഴും എന്താക്കുന്നത്, ഒരു ആണ് പ്രത്യേകിച്ച് പെട്ടെന്ന് വിവാഹം കഴിക്കുന്നത്. അത് പ്രാഥമിക വിഷയമായെങ്കിലും ഇപ്പോൾ ഒരു വെള്ളത്തിനാണെങ്കിലും ഒരു ഭക്ഷണത്തിനാണെങ്കിലും അവർക്ക് എപ്പോഴും എന്താക്കണം, വേറെ ആളെ കൈത്താങ്ങ് വേണം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ചെറിയൊരു വശം. അവരിങ്ങനെ പറഞ്ഞപ്പോൾ കൂടുതൽ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഏതായാലും ഇമാം ബൂസരി തങ്ങൾ ഇവിടെ പറയുന്നത് ഫകൈഫ തുൻകിറു ഹുബ്ബൻ ബഅദ മാ ഷഹിദത് ബിഹി, നിനക്ക് ബിഹി സാക്ഷി നിന്ന ശേഷവും നിനക്ക് എനിക്ക് ഇനി അങ്ങനെ പ്രത്യേകം ഒരാളോട് സ്നേഹമൊന്നുമില്ല, പ്രണയമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ കഴിയുമോ? ഇല്ല. അലൈക്ക, നിനക്കെതിരെ ഇവിടെ എന്തായിട്ടുണ്ട്, സാക്ഷി നിന്നിട്ടുണ്ട്. ആ നിന്നത് ആരാ? ചില്ലറക്കാരൊന്നുമില്ല, നീതിമാന്മാരായ കണ്ണുനീരും വസ്സഖമി, അതുപോലെ തന്നെ രോഗവും, ശരീരത്തിന്റെ രോഗം, ഇത് രണ്ടും സാക്ഷി നിന്നിട്ടുണ്ട്. അപ്പൊ നിനക്ക് ആരോടോ സ്നേഹമുണ്ട്, പറ. അതാരോടാന്ന് പറ. ആയിട്ടില്ല. فكيف تنكر حبا بعدما شهدت به عليك عدول الدمع والسقم. അള്ളാഹു തആല ബുർദയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ പ്രത്യേകിച്ച് ബുർദ പഠിതാക്കളാകുന്ന നമ്മുടെ എല്ലാവരുടെയും എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വരികയാണ്. അത് വേണ്ടതുപോലെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി മഹബ്ബത്തിലായി ജീവിച്ച് ആ മഹബ്ബത്തിന്റെ അടയാളത്തോടുകൂടെ മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله